ഉപരിതലമെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ താപനില പരിധി ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിലനിൽക്കുന്ന ജീവന്റെ പ്രധാന ഘടകമായ ജലത്തിന്റെ സാധ്യത ഉയർത്തുന്നു എന്നും റിപ്പോർട്ടുണ്ട്. നാസയുടെ ഈ ട്രാൻസിറ്റിംഗ് എക്സോപ്ലാനറ്റ് സർവേ ആകാശത്ത് ഒരു മാസത്തോളം വീക്ഷണം നടത്തിയിരുന്നു. ഭൂമിക്ക് സൂര്യനിൽ നിന്ന് ലഭിക്കുന്നതിന്റെ 1.6 മടങ്ങ് ഊർജ്ജം ഗ്ലീസ് 12bക്ക് അതിന്റെ നക്ഷത്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന് പഠനത്തിൽ പറയുന്നു. ഈ ഗ്രഹത്തിന്റെ വലിപ്പം, താപനില, ഭൂമിയിൽ നിന്നുള്ള ദൂരം തുടങ്ങിയ സവിശേഷതകൾ സ്ഥിരീകരിക്കാൻ സംഘം നാസയുടെയും ESAയുടെയും ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള ഡേറ്റയാണ് ഉപയോഗിച്ചത്. ഇതുകൂടാതെ കൃത്യമായ ഇടവേളകളിൽ ഒരു നക്ഷത്രം മങ്ങുകയാണെങ്കിൽ ഒരു ഗ്രഹം ആ നക്ഷത്രത്തെ ചുറ്റുകയും അതിന്റെ മുന്നിലൂടെ കടന്നു പോകുകയും അതിന്റെ പ്രകാശം താൽക്കാലികമായി മറയ്ക്കുകയും ചെയ്യുന്നു എന്നതിന്റെ സൂചനയായിരിക്കാമെന്നും ശാസ്ത്രജ്ഞർ പറയുകയുണ്ടായി. ആ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എക്സോപ്ലാനറ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഗവേഷണം നടത്താൻ ശാസ്ത്രജ്ഞർ തീരുമാനിച്ചത്. 2021 ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി ഉൾപ്പെടെ എക്സോപ്ലാനറ്റിനെ അടുത്തറിയാൻ ഗവേഷകരെ സഹായിച്ചിട്ടുണ്ട്. കൂടാതെ എക്സോപ്ലാനറ്റ്